ഇത് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് 350ൻ്റെ റിയറിലെ ബ്രേക്ക് ഷൂ കേട്ടോ. ഈ ഒരു ബുള്ളറ്റ് സ്പീഡിൽ ഓടിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ റിയറിലെ ബ്രേക്ക് ഷൂ പെട്ടെന്ന് തേഞ്ഞ് തീരും കേട്ടോ. കാരണം ഈ ഒരു വാഹനത്തിനെ പെട്ടെന്ന് പിടിച്ച് നിർത്തണമെങ്കിൽ നമ്മൾ റിയറിലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുക. ഈ ഒരു വാഹനത്തിന് 200 kg വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും മാസ്സുള്ള ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിടിച്ച് നിർത്തണമെങ്കിൽ നല്ല ബ്രേക്ക് എഫക്റ്റ് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ റിയറിലെ ബ്രേക്കാണ് ശരിക്കും ചവിട്ടി നിർത്തുക. ഫ്രണ്ടിലെ ബ്രേക്കിന് വലിയ എഫക്റ്റ് ഒന്നുമില്ല. ഫ്രണ്ടിലെ ബ്രേക്ക് സാധാരണ പ്ലാറ്റിനൊക്കെ ഉള്ള പോലത്തെ ഒരു കേബിളിൽ കൂടിയാണ് ബ്രേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഹൈഡ്രോളിക് ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്നുകൂടി എഫക്റ്റീവ് ആയിരുന്നു. ബുള്ളറ്റ് സ്റ്റാൻഡേർഡിൻ്റെ ഈ ഒരു ബ്രേക്ക് വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കുക. ബ്രേക്ക് ലേശം കുറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പിടിച്ചാൽ കിട്ടില്ല. മുമ്പുള്ള വണ്ടിനെ ശരിക്കും ഇടിച്ച് തകർക്കും. അങ്ങനെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനിങ് ഉള്ളത്. അതുകൊണ്ട് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്ന ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ബ്രേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളെ ഇറക്കൊക്കെ ഇറങ്ങാൻ. പെട്ടെന്ന് തേഞ്ഞ് തീരും. ഇപ്പോൾ ഏതെങ്കിലും വലിയ ഡീപ്പായിട്ടുള്ള ഇടുക്കി അതേപോലെ വയനാട് ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇറക്കിറങ്ങുന്ന സമയത്തൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ലോങ്ങിൽ പോകുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ബ്രേക്ക് ഷൂ വാങ്ങി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഏതെങ്കിലും പോകുന്ന വഴിക്ക് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. മറ്റുള്ള ബൈക്കായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബുള്ളറ്റിൻ്റെ റിയറിലെ ചെയിൻ സ്പോക്കറ്റും അതിൻ്റെ ആ ഒരു ബ്രേക്കിൻ്റെ ഡ്രമ്മും ഒറ്റ യൂണിറ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെയിൻ സ്പോക്കറ്റ് മാറണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രമ്മ് ചൂടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഈ ചെയിൻ സ്പോക്കറ്റ് ഈ ഒരു ചെയിൻ്റെ ആ ഒരു ഫ്രിക്ഷനും അതേപോലെ ഈ ഒരു ബ്രേക്കിൻ്റെ ചൂടും ഒക്കെ പാടെ ഈ ഒരു യൂണിറ്റിലേക്ക് വരിക. ഇത് പെട്ടെന്ന് ചൂടാവും. ഈ ഒരു ബ്രേക്ക് ഡ്രമ്മ് ചൂടായി കഴിഞ്ഞാലും ശരിക്കും ഇതിൻ്റെ ബ്രേക്കിൻ്റെ എഫിഷ്യൻസി ലേശം കുറയുന്നുണ്ട്. ശരിക്കും ലോങ്ങിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കുറേ നേരം ബ്രേക്ക് അപ്ലൈ ചെയ്ത് ചൂടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ബ്രേക്ക് ചൂടി കഴിഞ്ഞാൽ വണ്ടി ശരിക്കും നിൽക്കാത്ത പോലെ ഫീലാവും. അതേപോലെ തന്നെ ഈ ഒരു ബുള്ളറ്റ് നമ്മൾ സഡൻ ബ്രേക്ക് പിടിച്ചാലൊക്കെ ഈ വാഹനം തെന്നി മറയാനുള്ള ചാൻസ് വളരെ കൂടുതലാട്ടോ. അത് ഇതിൻ്റെ ഈ ഒരു വെയിറ്റിനെ കൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മളൊരു മീഡിയം സ്പീഡിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഷൂ പെട്ടെന്ന് തേയൊന്നുമില്ല. കൂടുതൽ കാലം യൂസ് ചെയ്യാൻ സാധിക്കും.